everyone, welcome back to my new vlog. So ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. എനിക്കൊരു 6:37 ഒക്കെ ആകുമ്പോൾ ഭയങ്കര വിശപ്പാട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഉഴുന്നുവട മേടിച്ചിട്ട് വരാന്ന്. അപ്പോ അമ്മ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു മേടിച്ചിട്ട് വാ, ഞാൻ ഒരു സ്പെഷ്യൽ ചട്നി ഒക്കെ ഉണ്ടാക്കി തരാന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി കുറച്ച് അധികം ഉഴുന്നുവട മേടിച്ചു വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്നി ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാന്ന്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചെറുകിട്ട് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കല്ലുപ്പും പുളി ഇട്ട്. പിന്നെയും എൻ്റെ അമ്മയ്ക്ക് ചട്നി അരയ്ക്കണ സമയത്ത് വേപ്പിലില്ല, ഈ പൊട്ടിക്കാനായിട്ട് ഈ രാത്രി തന്നെ വിടും. എല്ലാ വട്ടം ഇങ്ങനെ ഉണ്ടാവുന്നത്. അമ്മ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ നോക്കുമ്പോഴായിരിക്കും അവിടെ വേപ്പിലുണ്ടായിരിക്കില്ല. അപ്പൊ തന്നെ എന്റെ അടുത്ത് പറയും പോയി പൊട്ടിച്ചിട്ട് വാന്ന്. അമ്മ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് കപ്പലണ്ടിയും ആവശ്യത്തിന് വെള്ളവും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കണം കേട്ടോ. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉഴുന്നും പിന്നെ മുഴുവൻമുളകും അതിൻ്റെ കൂടെ കുറച്ചും കൂടി കറിവേപ്പിലും കൂടി ആഡ് ചെയ്യണേ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ആവുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ് നമ്മുടെ ഈ ചട്നി ഉണ്ടാക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കഴിച്ച് നോക്കാട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഷോപ്പിലൊക്കെ പോകുമ്പോൾ മേടിക്കാറുണ്ട് ഇത്. അതിനെക്കാട്ടും എനിക്ക് വീട്ടിലുണ്ടാക്കിയത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നി. നിങ്ങളും ജസ്റ്റ് വീട്ടിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉഴുന്നുവടയും വീട്ടിലുണ്ടാക്കാൻ അറിയണവർക്ക് അഞ്ചിനും കുറച്ചും കൂടി ഈസി ആട്ടോ. ഞാനിപ്പോൾ ഉഴുന്നുവട കടയിൽ നിന്ന് മേടിച്ചു, ചട്നി നമ്മൾ വീട്ടിലുണ്ടാക്കി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാവേ. ടേക്ക് കെയർ, ബൈ ബൈ.